ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മെയ് 21 വൈകുന്നേരം 6:30 ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയ ഫയൽ 24 ദിവസം അദ്ദേഹം കൈവശം വെച്ചിട്ടുണ്ട്. ജൂൺ 14 രാത്രി 10-12 ഫയലിൽ തീരുമാനമെടുത്തു കൊടുക്കുന്നത്. ഇത് കാണിക്കുന്നത് എന്താ? 24 ദിവസം ഉണ്ടായിട്ടും സ്വന്തം പാർട്ടിയിലോ മുന്നണിയിലോ ചർച്ച ചെയ്തില്ല എന്നല്ലേ? സമയമില്ലാത്തതുകൊണ്ടായിരുന്നോ? ആരും അറിയരുതെന്ന നിർബന്ധം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. എന്താണ് ആ നിർബന്ധത്തിന്റെ പിന്നിലുള്ള താല്പര്യം? അവിടെയല്ലേ ദുരൂഹത? ഇതാർക്കും നിഷേധിക്കാൻ പറ്റുന്നതല്ല. കാരണം ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററി നോക്കിയാൽ കാണാൻ പറ്റും. 21 തീയതി മെയ് 21 വൈകിട്ട് 6:33 എത്തി. ജൂൺ 14 രാത്രി 10-12 വരെ ഫയല് മുഖ്യമന്ത്രിയുടെ കൈവശമാണ്. വേണ്ടത്ര സമയം ഉണ്ടായിരുന്നല്ലോ സ്വന്തം പാർട്ടിയുമായി UDF-ഉമായി ഒക്കെ ചർച്ച ചെയ്യാൻ. പ്രതിപക്ഷം ഇത് കയ്യോടെ പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ കോൺഗ്രസിനും UDF-നും പോലും ഇതറിയാൻ പറ്റുമായിരുന്നില്ല. കയ്യോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നില്ല. എക്സൈസ് മന്ത്രി മാത്രമല്ലല്ലോ, പാർട്ടിയെ മുന്നണിയൊക്കെ ഇരുട്ടിൽ നിർത്തിയിട്ട് ഇത് 24 ദിവസം പിടിച്ചു വെച്ച് ബജറ്റിന്റെ തൊട്ടു മുമ്പ് തീരുമാനമെടുത്ത് ബജറ്റിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ആരും അറിയാതെ സൂത്രത്തിൽ നടപ്പാക്കാമെന്നാണ് അദ്ദേഹം കരുതിയത്. പ്രതിപക്ഷം കയ്യോടെ പിടിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോ UDF-ന്റെ ഗവൺമെന്റിന്റെ മദ്യനയം UDF-ൽ തന്നെ ചർച്ച ചെയ്യാൻ ഇടയാക്കിയത് പ്രതിപക്ഷത്തിന്റെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഇടപെടലാണ്. അല്ലെങ്കിൽ അത് ഈ ഒരു റോളും UDF-ന് ഉണ്ടാവുമായിരുന്നില്ലല്ലോ ഇതിൽ. എന്നിട്ട് ഇപ്പൊ പറയാണ് ബജറ്റ് പാസ്സാക്കിയാലും നയം വന്നാൽ വിൽക്കണോ വിൽക്കണ്ടേന്ന് തീരുമാനിക്കാം. ഇന്നലെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി അതിന്റെ പൊള്ളത്തരം വ്യക്താക്കി. ബജറ്റ് പാസ്സാക്കിയത് നിയമമാണ്. നിയമസഭ പാസ്സാക്കിയ ബജറ്റിന് മുകളിലല്ല നയം. ബജറ്റ് പാസ്സാക്കിയ കാര്യം നടപ്പാക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? നികുതി നിർദ്ദേശം നടപ്പാക്കണ്ടെന്ന് പറയാൻ പറ്റുമോ? ആരെയാ കബളിപ്പിക്കുന്നത്? ഇങ്ങനെ കള്ളം പറഞ്ഞും ജനങ്ങളെ വിഡ്ഢികളാക്കിയും എത്ര കാലം മുന്നോട്ട് പോകാൻ കരുതുന്നത്? 1 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇത്.